ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിന് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ 4 ലെഗ് കാണുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യണത് മാത്രമേ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ ലെഗ് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. വലിയ പീസാണെങ്കിലും വലിയ പീസ് വേണം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഞാൻ പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മസാലകൾ ഇതിലുമ്പോൾ തേച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇതിലുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടികളായിട്ട് അധികം ഒന്നുമില്ല. നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 3 വെളുത്തുള്ളി ചതച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻമേൽ പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചിക്കൻമേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. നമുക്കിത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ മസാല പറ്റുന്ന സമയത്ത് ഏത് പാനിലാണ് നിങ്ങൾ വേവിക്കാൻ വെക്കുകയെന്ന് വെച്ചാൽ അതിലിട്ടിട്ട് തന്നെ മസാല പറ്റി ഇതുപോലെ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മസാല പറ്റിയിട്ട് പിന്നെ വേറെ പാനൊക്കെ മാറ്റേണ്ട ആവശ്യമില്ല. ഏത് പാനിലും ഞാൻ ഇപ്പോൾ ഇതിലാണ് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ മസാല പറ്റിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പാനിലാണെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരുപാട് വേവിക്കരുത്. ഒരു 1/2 വേവാകുമ്പോൾ നമ്മൾ ഓഫാക്കി ഇടണം. ഒരുപാട് വേവിക്കാൻ പാടില്ല. 1/2 വേവ് ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. ഇപ്പം നമ്മൾ ഇതാ തുറന്ന് നോക്കുകയാണ് അടച്ച് വെച്ചതിന് ശേഷം. എന്നിട്ട് ഇത് 1/2 വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഈ 1/2 ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ ചൂടാറുന്ന നേരം കൂടി നമുക്കൊരു മസാല കൂടി ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് നിങ്ങൾ എടുക്കാൻ നോക്കുക. മറ്റേതാകുമ്പോൾ നമുക്ക് എരിവ് കൂടും. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക് അരച്ചതുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരച്ചതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്തത് മൈദയാണ് കേട്ടോ. ഒരു 2 സ്പൂൺ മൈദ, 2 സ്പൂൺ കോൺഫ്ലോറാണ് കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ പൊടികളൊക്കെ നിങ്ങൾക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം. ഇനി ആവശ്യമുള്ള ഉപ്പ് ആദ്യമേ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്താണ്. ഇനി ഈ മസാല പിടിക്കണമല്ലോ, അപ്പോൾ ആ മസാല പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കും. അതിനുശേഷം ചെറിയ നാരങ്ങയുടെ 1/2 ഭാഗം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തതിന് ഇനി നമുക്ക് ഒരു മുട്ട വേണം കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ഒന്ന് പേസ്റ്റ് ആയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആ ചിക്കനിൽ പറ്റാനുള്ള ആ ഒരു രൂപത്തിലാവണം. ഒന്ന് ലൂസായതിനു ശേഷം നമ്മളിവിടെ ചൂടാറാൻ വേണ്ടി വെച്ച ചിക്കനില്ലേ, ആ ചിക്കൻ പീസസൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചൂടാറിന് ശേഷം മാത്രം നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വേവിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ആ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് വെള്ളം ഇല്ലാതെ ചിക്കൻ എടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പാൻ ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെയും കൂടും. ഇനി നമുക്ക് എണ്ണയും ചൂടായതിന് ശേഷം ഓരോ പീസസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എനിക്കാണെങ്കിൽ ഒരു ട്രിപ്പ് ഇടാനുള്ള ചിക്കനേ ഉള്ളൂ. അപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ടാകുമ്പോൾ കോട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം അതിന് ശേഷം ഉണ്ട്. നമുക്ക് തിരിച്ച് സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആയി വരുന്ന മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ മറിച്ചിട്ടൊന്ന് ഫ്രൈ ആയി ഇങ്ങനെ വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇപ്പോൾ 2 പച്ചമുളക് 4 പീസാക്കിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുക. പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റാണ്. ഇനി വെളുത്തുള്ളി 3-4 വെളുത്തുള്ളി തൊലി കളയാതെ ചതക്കുക. തൊലി കളഞ്ഞിട്ടല്ല, തൊലി കളയാതെ ചതച്ച് അതിൻ്റെ തോലോടുക്കണം ഇട്ട് കൊടുക്കണം.
അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ചിക്കൻ ഫ്രൈ ആയി വരുന്നതോറും അതും മുളകും കറിവേപ്പിലും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരും. നമ്മൾ ആ മേലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആ എണ്ണയിലേക്ക് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ പച്ചമുളകാണെങ്കിലും അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയൊക്കെ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതാ എൻ്റെ ചിക്കനൊക്കെ ഫ്രൈ ആയി. അപ്പോൾ അതാ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ മുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. കരിക്കരുത്, ഫ്രൈ ആയിട്ട് എടുക്കണം. നമുക്ക് ആ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിവിടെ ചിക്കൻ മസാല ആക്കിയത് ആ മസാല കുറച്ച് ബൗളിൽ ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ അതിങ്ങനെ കുഞ്ഞിതായിട്ട് വീഴും. അല്ലെങ്കിൽ നുള്ളായിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മളിപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കില്ല, അതേപോലെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ആ ഒരു മസാല ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ആ മസാല കൂടെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ആ മസാല ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൽ നിന്ന് കോരി എടുക്കണം കേട്ടോ. ഈ ഒരു ചിക്കൻ റെസിപ്പിയിൽ ഇതും അതിൻ്റെ ആ ഒരു റെസിപ്പിയിൽ പെട്ടതാണ്. അതിൻ്റെ ടേസ്റ്റിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു റെസിപ്പിയിൽ പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ കമൻറ്റ് ഉണ്ട് ഒരുപാട് ഓയിലാണ് അതാണ് ഇതാ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. പക്ഷേ ഈ റെസിപ്പിയിൽ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓയിൽ അധികം കഴിക്കാൻ പറ്റാത്തവരും അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നവരും ഇത് ഇങ്ങനെ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ കൈ കൊണ്ട് രണ്ടാമത്തെ ട്രിപ്പ് കൈ കൊണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറേ നമുക്ക് വലിയ പീസായി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ മസാല നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലപ്പൊടി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, എന്നാലാണ് ആ ക്രിസ്പിയിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്, ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ അതിൽ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കഴിക്കുമ്പോൾ അതിന് ഫ്രൈ ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് വെറുതെ കഴിക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ഈ പച്ചമുളകും അതുപോലെ തന്നെ ആ വെളുത്തുള്ളിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ആ മസാല പൊടികളൊക്കെ ഇല്ല അത് കൂട്ടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഈ മസാലപ്പൊടികളിൽ അതിന് നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഓയിലെന്ന് ആരും പറയണ്ട, ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.